എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെൻ്റെ പൊക്കിൽ തപ്പി വന്നവൻ്റെ പ്രായം 40. 1 year മുന്നേ ഇറങ്ങിയൊരു സോങ് ഇപ്പോഴാണ് ആൾക്കാരെ ഏറ്റെടുത്തിട്ട് അതിൽ. അപ്പൊ ഗൗരിക്ക് അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട്? മുറിവ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്ന 8 വയസ്സെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 13 വയസ്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 8 വയസ്സിലോ 10 വയസ്സിലോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ബസ്സിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. തൊട്ട് പുറകിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനേക്കാളും പ്രായമുള്ള ആളാണ്. ഈയുള്ള കൈ ഇങ്ങനെ ഈ ടോപ്പ് പൊക്കിയിട്ട് അകത്തോട്ട് കൈ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് സാധനം അടിക്കുന്നത്. പക്ഷെ എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. വീട്ടിൽ ആ ഒരു 13 വയസ്സിൽ ഞാൻ അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് അയാളുടെ ബിഹേവിയറിൽ മാറ്റം വന്ന് തുടങ്ങിയപ്പം ഞാൻ ആ വീട്ടിൽ പോകാണ്ടായി. കമന്റ് സെക്ഷനിൽ നടക്കുന്ന ബുള്ളിങ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ട്രോൾസ് ആയിക്കോട്ടെ, അല്ലാതെ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ട്രോൾസ് ആയിക്കോട്ടെ, എനിക്കിതെല്ലാം എൻഗേജ്മെന്റ് ആണ്. ഇത് എവിടെ നിന്നൊക്കെ ഉള്ള കുറേ ഫ്രസ്ട്രേഷനും അവരുടെ ജീവിതത്തിന്റെ റിഫ്ലക്ഷനൊക്കെയാണ് നമ്മൾ ആ കമന്റ് സെക്ഷനിൽ കാണുന്നത്. ചിലപ്പോൾ അവരിത് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. നേരിട്ട് ആ പറയുന്ന അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ മുഖം കാണാത്ത ആളുകൾ പുറകിൽ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത് ഹരയുടെ മറ്റേ പാട്ട് ഇറങ്ങിയപ്പോൾ മുതൽ ഷോർട്സ് ഇട്ട് സ്റ്റേജിൽ പാടിയ അന്ന് തൊട്ടേ തുടങ്ങിയതാണ്. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും മെല്ലെ ചൊല്ലി ഞാൻ ഈ നേരവും കടന്നു പോകും. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗറാണ്, സോങ് കമ്പോസറാണ് ആൻഡ് മോർ ഓവർ ഒരു സ്ട്രോങ് ലേഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഗൗരിലക്ഷ്മി ടു ദ ഷോ. ഹലോ. താങ്ക് യു. ഹലോ. സുഖമായിട്ടിരിക്കുന്നു? സുഖം. കുറച്ച് പോസ്റ്റ് ആയില്ലേ? സോറി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം ഓഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മറ്റേ കഴിഞ്ഞ മന്ത് എൻഡ് വരെ ബാക്ക് ടു ബാക്ക് നമ്മൾ ഓടി നടന്ന പരിപാടിയായിരുന്നു. ഇപ്പൊ കുറച്ചൊന്ന് റെസ്റ്റ് ആണ്. ഇപ്പൊ കുറച്ച് നമുക്ക് ഇനിയുള്ള കണ്ടന്റും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ. ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് വെച്ചാൽ ഒരു പാട്ട് ഇപ്പോൾ കുറച്ച് വൈറലായി. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 1 year മുന്നേ ഇറങ്ങിയൊരു സോങ് ഇപ്പോഴാണ് ആൾക്കാരെ ഏറ്റെടുത്തിട്ട് അതിൽ കുറേ നല്ല റിയാക്ഷൻസും കുറച്ച് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ട്രോൾസ് പോലെയൊക്കെ വന്നിട്ട് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തോന്നുന്നത് ആക്ച്വലി? കാരണം അത്രയും നാൾ മുന്നേ ഇറങ്ങിയൊരു സോങ് ഇപ്പം ഇങ്ങനെ ഒരു ആൾക്കാരെ ഏറ്റെടുത്തപ്പോൾ ഇതാദ്യമായിട്ടല്ല. അജിത് ഹരെ ഇറങ്ങി 2 വർഷം കഴിഞ്ഞാണ് പാട്ട് വൈറലായത്. 2 വർഷം ആരും ഒരു നമ്മുടെ സാധാരണ കുറേ വീഡിയോസിന്റെ കൂടെ അങ്ങനെ തന്നെ ഒരു വളരെ നോർമൽ ഗ്രോത്തിൽ പോയിക്കൊണ്ടിരുന്ന ട്രാക്ക് കഴിഞ്ഞ വർഷം തോന്നുന്നു പെട്ടെന്ന് കയറി ബൂമായിട്ട് പിന്നെ ഭയങ്കര വൈറലായി, ഭയങ്കര ഗ്രോത്ത് വന്നു. സോ അത് റിലീസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് നടന്നത്. അപ്പോഴേക്കും മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ട്രാക്കിന് എപ്പോഴാണ് ഏത് വഴിക്കാണ് ട്രാക്ഷൻ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് മറ്റേ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അജിത് ഹരെ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു. അത് ആദ്യം അവര് ട്രാക്ക് മറ്റേ കുറെ അമ്പലത്തില് മറ്റേ അമിട്ട് പൊട്ടുന്ന വീഡിയോസ് വെച്ച് കുറെ ആളുകൾ ഇത് പോസ്റ്റ് ചെയ്ത് ആദ്യം അങ്ങനെ വൈറലായി. ഇപ്പൊ ഞാൻ ലൈവ് പാടുന്ന വീഡിയോസ് വെച്ചിട്ട് ഇത് കയറാൻ തുടങ്ങി. അപ്പം അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് ആയിരുന്നെങ്കിൽ ഇത് മറ്റേ ഓവർനൈറ്റ് ബൂം പെട്ടെന്നായിരുന്നു. ഓക്കെ. ഇപ്പോൾ മുറിവാണ് സോങ്ങിന്റെ പേര്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെൻ്റെ പൊക്കിൽ തപ്പി വന്നവൻ്റെ പ്രായം 40. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ബന്ധു വീട്ടിലൂണ്. ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എൻ്റെ പിന്നിലറിയാത്ത പോൽ തൊട്ടു. അതിൻ്റെ പേര് കാമം. അതിൻ്റെ പേര് കാമം. തോം തനക തകതനക തകതന തോം തകതനോ തനോ 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 തോം തനക തകതനക തന തന തോം. അതിൻ്റെ പേര് കാമം. തോം തനക തകതനക തകതന തോം തകതനോ തനോ 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 തോം തനക തകതനക തകതന തത്തനക തകതന തത്തനക. എന്തിനാണ് എന്നതറിയില്ലെന്നാലും നെഞ്ചിലാഞ്ഞു കരുതി കൊള്ളി മുറിവ്, ഈ കൊള്ളി മുറിവ്. നാളിതെത്ര പോയാലും മാഞ്ഞിടാത്ത മുറിവ്.
താങ്ക് യു. സൂപ്പർ. വോയിസിന് ഭയങ്കര പവറാണ്. നമ്മളിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് കേൾക്കുന്നത്. ഞാൻ പ്രോഗ്രാംസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. ലൈവായിട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. ആക്ച്വലി ഓക്കെ, ഇതിന്റെ ലിറിക്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഓരോ ഗേൾസിനെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം 13 years അല്ലെങ്കിൽ 24 years ഈ കുറെ ഇൻസിഡൻസ് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇത് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ലൈക്ക് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമ്മളായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഒരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം? എനിക്ക് ഇറങ്ങിയ സമയത്തും അതെ, ഇപ്പോൾ ഇത് ബ്ലോ അപ്പ് ആവുന്ന സമയത്തും പേഴ്സണലി നിറയെ മെസ്സേജസ് വരുന്നത് പെൺകുട്ടികളുടെ അടുത്ത് തന്നെയാണ്. വലിയ വലിയ മെസ്സേജുകളായിരിക്കും. ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലർക്ക് ഇത് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ, ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മറ്റേ ഭയങ്കര കരച്ചിൽ വരുന്നു, രണ്ടാമത് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിൽ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എനിക്ക് റിയൽ ലൈഫിൽ നടന്ന കാര്യമാണ്, എൻ്റെ ഫ്രണ്ടിന് നടന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ പേഴ്സണലി എനിക്ക് വരുന്ന മെസ്സേജസിൽ 99% ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, ഭയങ്കര റിലേറ്റബിൾ ആണെന്നുള്ള മെസ്സേജ് തന്നെയാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്. എന്താ മുറിവെന്ന് പേരിടാനുള്ള ഒരു റീസൺ? അത് മുറിവായതുകൊണ്ട് എനിക്കത് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നില്ല. ഇപ്പം ഇതുകൊണ്ട് എനിക്കൊന്നും ആയില്ല, അതൊക്കെ നടന്നു, പക്ഷെ അതൊന്നും എൻ്റെ തൊട്ടിട്ടില്ല, അങ്ങനെ ഒരു ഒന്നിന് പല ശരിക്കും അത് വേദനിച്ചു അല്ലെങ്കിൽ മുറിഞ്ഞു എന്നുള്ളത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് അതിന്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇപ്പം ഇങ്ങനൊരു സോങ് ഉണ്ടാവാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല കേട്ടോ. ഇപ്പം എപ്പോഴും എനിക്കൊരു 7 പാട്ടിൻ്റെ ഒരു പ്രോപ്പർ ആൽബം, ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ്, 7 ഇൻഡിപെൻഡൻറ്റ് ട്രാക്സിൻ്റെ ഒരു ആൽബം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്താണ് ആക്റ്റീവ്ലി അതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. കാരണം നമുക്കിപ്പം വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പം ആ 7 ട്രാക്കിലെ ഫസ്റ്റ് ട്രാക്കാണ് മുറിവ് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓരോ ട്രാക്കായിട്ട് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കെന്തോ എല്ലാ പാട്ടും അതിൽ ഓരോ പാട്ടും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫോം ഓഫ് മുറിവിനെ കുറിച്ചുള്ള പാട്ടിലാണ്. ഫസ്റ്റ് പാട്ട് ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഈ സെക്ഷൽ അബ്യൂസ്, പല സ്റ്റേജിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സെക്ഷൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ചിട്ട് ഫസ്റ്റ് പാട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം റീസെൻ്റ്ലി നോക്കുമ്പം ഇൻസ്റ്റഗ്രാമിൽ ഇതിപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പം ചിലത് നമുക്ക് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻസ് ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ആൾക്കാർ ഇതിൻ്റെ വേറെ ചില കാർട്ടൂണിക് സോങ്സിൻ്റെ പോലത്തെ ട്യൂണാന്നൊക്കെ പറഞ്ഞ് ഒരു ചിലത് നമുക്ക് കാണുമ്പോൾ ഒരു അങ്ങനെ ഓവറായിട്ട് നമുക്ക് അങ്ങനെ ഒഫൻഡഡ് ആവില്ല. ചിലത് കുറച്ചുകൂടി ഒഫൻഡഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ പല ട്രോൾസും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കോമൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഗൗരിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ഉണ്ട്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലൈൻസ് അവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും അങ്ങനത്തെ ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു റീസൺ എന്താ? പോസിറ്റീവ് റിപ്ലൈ അല്ല, ഞാൻ സാഹചര്യം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രോൾ ആയിക്കോട്ടെ, കമന്റ് സെക്ഷനിൽ നടക്കുന്ന അബ്യൂസീവ് സൈബർ ബുള്ളിങ് ആണ് കാര്യം. അപ്പം കമന്റ് സെക്ഷനിൽ നടക്കുന്ന ബുള്ളിങ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ട്രോൾസ് ആയിക്കോട്ടെ, അല്ലാതെ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ട്രോൾസ് ആയിക്കോട്ടെ, എനിക്കിതെല്ലാം എൻഗേജ്മെന്റ് ആണ്. ഇതെല്ലാം ഇനി ഞാൻ നോക്കുമ്പോഴേക്കും ഒരു പ്രൊഫഷണൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേക്കും ഇതെല്ലാം അൺപെയ്ഡ് പ്രൊമോഷനാണ്, അൺപെയ്ഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും നല്ല, ഞാനിപ്പോൾ അതിന് താഴെ കൊണ്ട് ആ കമന്റ് ഇടുമ്പോഴേക്കും ചീത്ത വിളിക്കാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും 4 പേര് അതിന് താഴെ കമന്റ് ചെയ്താലും പോയിട്ട് ആ ലിങ്ക് നോക്കിയാലും എനിക്ക് തന്നെയാണ് പ്രയോജനം. റീലിന് കൂടുതൽ എൻഗേജ്മെന്റ് വരികയാണ്, റീല് മുന്നോട്ട് പുഷ് ആവാണ്. ബേസിക് അൽഗോറിതം അങ്ങനെയാണല്ലോ. സാഹചര്യം മുതലാക്കുന്നത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ആ സിറ്റുവേഷൻ യൂസ് ചെയ്ത് പോകുന്നു. കാരണം ഇപ്പൊ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് വേണ്ട എന്താ, ഈ പാട്ട് മാക്സിമം ആളിലേക്ക് എത്തുക. ഞാൻ ഉണ്ടാക്കിയൊരു പാട്ടാണ്, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. അതിപ്പം ആളുകൾക്കത് ജെനുവിൻലി അത് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിലാവും, ജെനുവിൻലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. ഇത് എവിടെ നിന്നൊക്കെ ഉള്ള കുറേ ഫ്രസ്ട്രേഷനും അവരുടെ ജീവിതത്തിന്റെ റിഫ്ലക്ഷനൊക്കെയാണ് നമ്മൾ ആ കമന്റ് സെക്ഷനിൽ കാണുന്നത്. ചിലപ്പോൾ അവരിത് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം, ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. അതും അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകളാണ് ഭയങ്കര ബുള്ളിങ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇതിനെ ഡിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കാം. ഇപ്പം നേരത്തെ ഐ ഡോണ്ട് കെയർ അല്ലെങ്കിൽ ഒരു മെയിൽ വാലിഡേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല റീസൺസ് കൊണ്ട് വേറെ ആളെ ബുള്ളി ചെയ്യാം. അതിപ്പം അതിനേക്കാളും കൂടുതൽ അതിൻ്റെ പുറകെ പോയി മറ്റേ കുഴിക്കകത്തോട്ട് ഇങ്ങനെ ചൂണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഈ സിറ്റുവേഷനിൽ എങ്ങനെ എനിക്കിത് യൂസ് ചെയ്യാം, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആളുകളെ പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ്. നല്ല കറക്റ്റ് പരിപാടിയാണ്, കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ വിചാരിക്കും നമ്മളെ കളിയാക്കിയിട്ട് അങ്ങ് നാശിപ്പിച്ച് തകർത്ത് കളയും. എന്താ അറിയോ,
ഈ ട്രോൾ എന്ന ആള് തന്നെ ഭയങ്കരമായിട്ട് ഈ പാട്ടിനെ പുച്ഛിച്ച് ഇത് ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ ട്രോൾ ചെയ്യുന്നവർ തന്നെ ഞാൻ കമന്റ് ഇടുമ്പോൾ അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതെ, അതാണ് അത്രേ ഉള്ളത്. ഇതിപ്പം അങ്ങനെ പേഴ്സണലായിട്ട് ഉള്ള സംഭവത്തിനേക്കാളും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ആണ് വേണ്ടത്. അവർക്കും ബെനിഫിറ്റ് ആണ് വേണ്ടത്, എനിക്കും ബെനിഫിറ്റ് ആണ് വേണ്ടത്. സോ നമ്മളിത് ചെയ്യേണ്ട പോലെ ചെയ്യാന്നുള്ളൂ. ഈ ഇപ്പോൾ കുറേ ട്രോൾസ് ഒക്കെ വന്നല്ലോ, അതിൽ നോട്ടീസ് ചെയ്തെന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി കൊള്ളാം ഇഷ്ടമായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ അപ്പോഴെ 3 നാളിനെ കണ്ടുള്ളൂ. ആ 3 നാളത്തിന് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവ്, എല്ലാത്തിലും മുകളിൽ പാട്ട് ഓടുന്നു, താഴെ ഒരാളിൽ ഇങ്ങനെ പുച്ഛിച്ചോണ്ടിരിക്കുന്നുള്ള അല്ലാണ്ട് ഭയങ്കര ക്രിയേറ്റിവിറ്റി ഇതുവരെ ഒന്നും കണ്ടില്ല. കൊള്ളാം. ട്രോളർമാരുടെ ശ്രദ്ധയ്ക്ക് ക്രിയേറ്റീവ് ട്രോൾസിനെ വെൽക്കം ചെയ്യുന്നതൊക്കെ. ഇപ്പം ഇതിൽ കുറെ പേര് കമന്റ്സിന്റെ താഴെ ഇപ്പം പാട്ട് നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കാണപ്പെടുന്ന കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അതിനെ വെച്ചിട്ട് വേറെ ചില ഇൻസിഡന്റ് ആയിട്ട് അവർ കണക്ട് ചെയ്തിട്ട് ഓക്കെ ഇതില് സ്ത്രീകൾ ഇപ്പം കുട്ടീനെ കൊന്ന സ്ത്രീയുണ്ട്, അല്ലെങ്കിൽ കാമുകന് മകളെ കൊടുത്ത അമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മൊത്തം വിഷം കൊടുത്തു വന്ന ജോലിയുണ്ട്, അങ്ങനെ പല ആൾക്കാരെ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന കുറെ കമന്റ്സ് ഉണ്ട്. അതിനോടൊക്കെ എങ്ങനെയാ യോജിക്കുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത്? എനിക്കിപ്പോ എഴുതാൻ തോന്നുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എഴുതി, അവരെണെങ്കിൽ അവരെഴുതി പാട്ട് ഇറക്കിക്കോ. അവർക്കിപ്പം ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാരെ കുറിച്ച് പാട്ട് എഴുതണമെങ്കിൽ ലെറ്റ് ദം ഡു ദാറ്റ്. യൂട്യൂബ് ഉണ്ട്, എല്ലാ പ്ലാറ്റ്ഫോംസും ഉണ്ട്. ഫ്രീ ആയിട്ട് ചുമ്മാ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് യു ക്യാൻ റൈറ്റ് സംതിങ് ആൻഡ് യു ക്യാൻ റിലീസ് ഇറ്റ്. എല്ലാ പാട്ടും ഞാൻ തന്നെ എഴുതണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അപ്പം എനിക്ക് പറ്റുന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവർക്കങ്ങനെ വേറെ തരത്തിലുള്ള ക്രൈമുകളെ കുറിച്ചും പെണ്ണുങ്ങൾ ആണുങ്ങളോട് ചെയ്യുന്ന ക്രൈമോ അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങളോട് എന്തോ ആയിക്കോട്ടെ അവർക്ക് അവർ ചെയ്തോട്ടെ. നമ്മളാരും വേണ്ടെന്ന് പറയുന്നില്ല, അവർ ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ. നാളെ ഇനി ജോലിനെ കുറിച്ചൊക്കെ പാട്ട് വരട്ടെ. ഇപ്പോ ഇതില് ചിലർ പറയുന്നുണ്ട് ഇപ്പൊ ഗൗരി ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, സ്ത്രീകളെ കുറിച്ച് മാത്രം ഇതിൽ എഴുതുന്നുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടോ റിയൽ ആയിട്ട്? അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അങ്ങനെ സെലക്ട് ചെയ്തതാണോ? ഇല്ല, ഇതിപ്പോ ഞാൻ പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ അറിയുള്ളൂ. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ എഴുതുന്നു. ഇപ്പൊ ആണുങ്ങൾ സഫർ ചെയ്യുന്ന അതാ പറഞ്ഞ, നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾ എഴുതൂ. ഞാൻ വന്നിട്ട് അവിടെ വന്ന് തെറിവിളിക്കാനൊന്നും പോകുന്നില്ല. അതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഇപ്പൊ എനിക്കറിയാവുന്ന ഞാൻ പെണ്ണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമായിട്ട് ജനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മറ്റവരുടെ കാര്യം അറിയില്ലല്ലോ. അപ്പൊ ഓഫ് കോഴ്സ് എന്റെ കാര്യം പറയുന്നത്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും പറയും, അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു കല എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള ആശയങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വേ ആണ്. നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഉണ്ട്. ഇപ്പൊ ഇത്രയും നാളത്തെ ഈ മ്യൂസിക്കൽ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ എപ്പോഴെങ്കിലും ആ ഫ്രീഡം പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് എൻ്റെ ആശയങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് അങ്ങ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇന്റർഫിയർ ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതൊരു എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ ഒരു പാട്ട് പാടുന്നതാണെങ്കിലും ഞാൻ അത് പാടുന്ന രീതിയാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്രയും കൺവിക്ഷനിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ഈ തടസ്സം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ നോയ്സാണ് വരുന്നത്. ഇപ്പൊ ഓൺലൈൻ നോയ്സ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ നോയ്സും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ നോയ്സ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളിടത്താണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് മൊത്തം പ്രൊഫഷണൽ സൈഡാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പോയിട്ട് തന്നെ താഴെ താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ പ്രൊഫഷണലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പേഴ്സണലി എനിക്ക് ഇൻ കേസ് എഫക്റ്റഡ് ഈ പറഞ്ഞ പോലെ മുറിവിന്റെ ബ്ലോ അപ്പ് ഭയങ്കര ഓവർനൈറ്റ് ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. പെട്ടെന്ന് ആ ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അവർ പാടാൻ പറഞ്ഞപ്പോൾ കുറേ പാട്ടുകളുടെ കൂട്ടത്തിൽ പാടി. അവിടെ പെർഫോമൻസിന് പോലും പറയാൻ പറ്റില്ല. ആ പാടുന്നതിന് മുന്നേ ഞാൻ പറയുന്നതാണ്, ഞാനിപ്പോൾ എൻ്റെ ബാൻഡൊന്നും ഇവിടെ ഇല്ല, അപ്പോൾ ഇത് വന്നാൽ പാടി എങ്ങനെ ഉണ്ടാവും, എനിക്ക് എല്ലാം എന്തെങ്കിലും പാടാം എന്ന് പറഞ്ഞാൽ പാടുന്നതാണത്. അപ്പം അങ്ങനെ പാടിയൊരു സാധനം ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാണ്ട് ഇങ്ങനെ മറ്റേ പൊട്ടിത്തെറിച്ച് പോകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല. അതിന്റെ ഒപ്പം മറ്റേ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു സമയം എടുക്കുമല്ലോ, മേ ബി എ ഫ്യൂ അവേഴ്സ്. ആ സമയത്ത് എനിക്ക് പേഴ്സണലി ഞാൻ അത്ര എക്യുപ്ഡ് ആണ്. എനിക്ക് അത്രയും നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, എനിക്ക് എൻ്റെ തെറപ്പിസ്റ്റ് ഉണ്ട്. ഇത്രയും നാള് തെറപ്പി വഴി മറ്റേ മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിൽ കൂടെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ പുറകെ പോയി എനിക്ക് കിട്ടിയ ഒരു എൻ്റെതായ പ്രൊട്ടക്റ്റീവ് ലെയറും എൻ്റെ ഒരു സെൽഫ് സപ്പോർട്ടും ഒരു സെൽഫ് റെഗുലേഷനും കുറേ കാര്യങ്ങളുണ്ട്. ആ സൈഡ് അങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. സോ ഐ എം ഹാൻഡ്ലിങ് ദാറ്റ് പാർട്ട്. മേ ബി അത് അത്ര എക്യുപ്ഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ പണി നിർത്തി വീട്ടിരിക്കും. അങ്ങനത്തെ ആളുകൾ കംപ്ലീറ്റ്ലി പൊളിഞ്ഞ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് സൂയിസൈഡ് വരെ നടക്കുന്നൊരു കേസാണ്. ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും എക്സ്ട്രീം ഡിപ്രഷനിലോട്ടും മറ്റേ സെൽഫ് ഹാർമിങ് ടെൻഡൻസിയിലൊക്കെ ആളുകളെ തള്ളിവിടുന്ന സംഭവമാണ്. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇഫ് യു ഹാവ് ദ പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം, ആരും ആയിക്കോട്ടെ, ആളുകൾ ഉറപ്പായിട്ട് നമുക്ക് വേണം.
അതല്ലാണ്ട് നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. വി ഷുഡ് ബി റെഡി ഫോർ ദിസ്. ഇപ്പം ഞാൻ പ്രൊഫഷണലായിട്ട് പാടി തുടങ്ങിയത് 17-18 വയസ്സിലാണ്. ആ പ്രായം തൊട്ട് കുറച്ചായിട്ട് നമ്മൾ ഈ കുറച്ച് കിട്ടുന്നുണ്ടല്ലോ പ്രശ്നങ്ങൾ, ചെറിയ നേരിട്ടുള്ള ബുള്ളിങ്ങും സീനിയേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള പ്രശ്നങ്ങളും ഓൺലൈൻ നമ്മൾ ഓരോ പാട്ടിൽ പാടിയിടുമ്പോഴൊക്കെ. അതുകൊണ്ട് കുറച്ചുകൂടി ഐ തിങ്ക് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ട് ഒന്ന് കണ്ടീഷൻഡ് ആവാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊരു ഓവർനൈറ്റ് സെൻസേഷൻ ആയിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത്രയും എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർ എക്സ്പെക്ട് ചെയ്യണില്ലായിരിക്കും എന്താ നടക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ തടസ്സം ഇല്ലായ്മ. നമുക്ക് ആ തടസ്സം ക്ലിയർ ചെയ്ത് തരുന്നത് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഈ നോയ്സ് കാരണം ഉണ്ടാവും നമ്മൾ മെന്റലി അഫക്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ജോലിനെ വെറുത്തു പോകുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നു ആ സപ്പോർട്ട് സിസ്റ്റം, സ്വയമുള്ള സപ്പോർട്ട് സിസ്റ്റം, ചുറ്റുമുള്ള സപ്പോർട്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എ തടസ്സം. ഇപ്പം ഈ ഒരു സോങ് ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോൾ ചില സോങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചില കഥകൾ എഴുതുമ്പോഴേക്കും റിയൽ ലൈഫിൽ നിന്ന് വന്ന ചില ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ട് എഴുതുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പല ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇന്റർവ്യൂ കാണുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൗരിക്ക് അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട്? മുറിവ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്ന 8 വയസ്സ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 13 വയസ്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 22 വയസ്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ അനുഭവിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറൊരു കഥ ഇമാജിൻ ഉണ്ടാക്കിയതല്ല. 8 വയസ്സിലോ 10 വയസ്സിലോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ബസ്സിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചുമലയിൽ വെള്ള നീലയും പൂക്കളുള്ള സ്കേർട്ടും ഒരു സ്ലീവ്ലെസ് ഒരു മഞ്ഞയും റെഡും കളറുള്ളൊരു ടോപ്പൊക്കെ ഇട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഇത് നല്ല തിരക്കുള്ള ബസ്സായിരുന്നു. വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. വൈക്കത്ത് വലിയ കവലയിൽ നിന്ന് കയറുവാണ്. ബസ്സിൽ കയറി അമ്മ പറഞ്ഞ് തിരക്കുണ്ട്, മോളങ്ങോട്ട് വീഴുന്നു. അപ്പം കയറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റിൽ കയറ്റി എപ്പോഴും പിള്ളേരെ നമ്മൾ കയറ്റി നിർത്തുള്ളൂ, സേഫായിട്ട് കയറ്റി നിർത്തിയതാണ്. അപ്പം തൊട്ട് പുറകിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനേക്കാളും പ്രായമുള്ള ആളാണ്. അയാളെ മുഖം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഐ കൻ സീ. അപ്പം ഈയുള്ള കൈ ഇങ്ങനെ ഈ ടോപ്പ് പൊക്കിയിട്ട് അകത്തോട്ട് കൈ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് സാധനം അടിക്കുന്നത്. പക്ഷെ എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഉടനെ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് അമ്മയെടുത്ത് പോകണം, എനിക്ക് അമ്മയെടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഈയുള്ള കൈ മാറ്റിയിട്ട് ഞാൻ വേഗം പോയി ഫ്രണ്ടിൽ മറ്റേ സാധനമില്ലേ ബസ് ഡ്രൈവറിന്റെ ആ സാധനം, അതിൻ്റെ അവിടെ പോയി അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ. പക്ഷെ ആരോടും പറയണമൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു പ്രശ്നം പിടിച്ച പരിപാടിയാണ് നടന്നതെന്നുള്ളത്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് തന്നെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 13 വയസ്സിൽ ബന്ധു വീട്ടിൽ പോയ എക്സ്പീരിയൻസ് ശരിക്കുള്ളതാണ്. ഞാൻ എല്ലാ വെക്കേഷനും അതിന് മുന്നുള്ള വെക്കേഷൻ വരെ ഭയങ്കര ജോളിയായിട്ട് എൻ്റെ ഫസ്റ്റ് കസിൻസിൻ്റെയും സെക്കൻഡ് കസിൻസിൻ്റെയും കൂടെ കയറി ചെന്നുകൊണ്ടിരുന്നൊരു വീടാണത്. ആ വീട്ടിൽ ആ ഒരു 13 വയസ്സിൽ ഞാൻ അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് അയാളുടെ ബിഹേവിയറിൽ മാറ്റം വന്ന് തുടങ്ങിയപ്പം ഞാൻ ആ വീട്ടിൽ പോകാണ്ടായി. എനിക്കിത് അവിടെ പറയണമെന്നറിയില്ല. എന്നിട്ട് എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ, ലാൻഡ് ഫോൺ ആണല്ലോ ഒന്ന്, സമ്മർ വെക്കേഷൻ സമയത്ത് ആ കുട്ടിയെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പുള്ളിക്കാരിയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിത് പുറത്ത് പറയാനോ നമ്മൾ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുകയോ ഒന്നുമല്ല. 13 വയസ്സ് കുട്ടിയാണ്. ഇതെല്ലാം ശരിക്കുള്ള കാര്യങ്ങളാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പം വെറുതെ ഉണ്ടാക്കിയ കഥകൾ ഒന്നുമല്ല ഇതൊന്നും. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ശരി അങ്ങനെ ഒരു ഇപ്പം 8 വയസ്സിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പിന്നെയും നമ്മുടെ പാരന്റ്സ് പറഞ്ഞു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിലേക്ക് പാരന്റ്സിന്റെ സമയത്ത് ഇപ്പം അവർക്കൊരു മടിയായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടീനോട് പറഞ്ഞു കൊടുക്കാൻ. 8 വയസ്സ് 22 വർഷം മുന്നുള്ള കാര്യമാണ്. 22 വർഷം മുന്നേ ഉള്ള അന്ന് ഇന്റർനെറ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതെ, ഇത്രയും സോഴ്സസ് ഇല്ല. നമുക്ക് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മേ ബി അവർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള അല്ലാണ്ട് എന്താണ് മിസ്ബിഹേവിങ്, എന്താണ് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊന്നും അന്നത്തെ പാരന്റ്സിന് അവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അത്രയും എനിക്കറിയില്ല. അത് നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ ജനറേഷനിലും എല്ലാം നമ്മൾ തന്നെ പഠിക്കാം. ചിലപ്പോൾ മറ്റേ വല്ല വീട്ടിൽ വരുന്ന മാഗസീൻ, ആരോഗ്യ മാസിക, വനിത എന്നൊക്കെ കുറച്ചൊക്കെ പഠിക്കും ചിലപ്പോൾ. പക്ഷെ അല്ലാണ്ട് പണി കിട്ടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അന്നത്തെ പാരന്റ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അത്രയും റിസോഴ്സ് ഉള്ളൂ. ഇപ്പം അങ്ങനല്ല. ഇപ്പോഴത്തെ പാരന്റ്സ് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇത്രയും റിസോഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. എവിടെ തിരിഞ്ഞാൽ അവർക്ക് നമുക്ക്. അന്ന് അവസ്ഥ അതല്ലല്ലോ. ഇപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്ന സമയത്ത് ഇപ്പം കുഞ്ഞു കുട്ടിയുടെ മനസ്സ്, ആ ഒരു ടൈമിൽ ഗൗരിയുടെ മനസ്സ് എന്ന് വെച്ചാൽ അത്രയും കുഞ്ഞായിരിക്കും. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ ഓവർകം ചെയ്തത്? ലൈക്ക് ഓവർകം കളിക്കുന്ന അപ്പം അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അവിടെ അഡ്ജസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും അലേർട്ടായിരിക്കും നമ്മൾ. അതുകൊണ്ടായിരിക്കും 13 വയസ്സിൽ പെട്ടെന്ന് കിട്ടി എനിക്ക് ഇയാള് തൊട്ടത് ശരിയല്ല എന്നുള്ളത്. അതിൽ പിന്നിലറിയാതെ തൊട്ടു, അതിന്റെ പേര് കാമെന്നുള്ള അന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി തൊട്ട രീതി ശരിയല്ല, പുള്ളി അവിടെ തൊടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ബോധം അന്നേ ഉണ്ടായി. ഇതെല്ലാം തുടങ്ങി നമ്മൾ അത്രയും കുഞ്ഞിലെ മുതൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ
നമ്മൾ കൊണ്ടാ പഠിക്കുന്നത്. കാരണം ഇപ്പം ഇഫ് യു ഹാവ് എൻ ഓപ്ഷൻ ടു ടെൽ ദ കിഡ്സ്, ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ അന്ന് അത്രയും പറഞ്ഞ് മനസ്സിലാക്കാൻ ആളും ഇല്ല. അപ്പം അതാ കൊണ്ട് പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എങ്ങനെ എഫക്റ്റ് ആയെന്ന് ചോദിച്ചാൽ മേ ബി പറഞ്ഞ പോലെ നമ്മൾ അന്ന് പോലെ അലേർട്ടാവും. എപ്പോഴും നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കില്ല, എന്താ വെച്ചിട്ട് നടക്കണം, ആ ഒരു അലേർട്ട്നെസ് എപ്പോഴും വരുമായിരിക്കും. അതായിരിക്കാം സംഭവിച്ചത്. പക്ഷേ ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ നടക്കുന്നത് നമ്മുടെ മൈൻഡിലൊരു ട്രോമയായിട്ട് കിടക്കും. അതിപ്പം എത്ര വലുതായി കഴിഞ്ഞാലും ആ ഒരു ഇൻസിഡന്റ് വരുന്ന സമയത്ത് നമുക്ക് മറ്റ് പഴയ കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് അടിക്കുന്ന ഒരു ഇൻസിഡൻസ് ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ പല സുഹൃത്തുക്കളും കടന്നുപോയത് നമ്മൾ കണ്ടതും കേട്ടതായ അവസ്ഥകളിലാണ്. എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ടാവും. നമ്മളിപ്പോ ഇനി വരുന്ന ജനറേഷനോട് നമ്മൾ ആക്ച്വലി പറഞ്ഞു കൊടുക്കും ഇതാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്റർനെറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം സ്റ്റാർട്ടിങ് സമയത്ത് പറഞ്ഞല്ലോ നേരത്തെ കുറെ ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അന്ന് ഒരു ആസ് എ സിംഗറും ഇന്നിപ്പോൾ ആസ് എ സിംഗറും വരുമ്പോൾ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാത്തിൽ നിന്നും വരുന്ന ഒരു ക്രിറ്റിസിസത്തിന്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അന്നുള്ളതിനേക്കാൾ കൂടുതലല്ലേ ഇപ്പോൾ. എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പേഴ്സണൽ ലെവലിൽ എനിക്ക് ഇങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, പ്രൊഫഷണൽ ലെവലിൽ എനിക്ക് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ രണ്ട് പെർസ്പെക്റ്റീവിൽ കാണാനുള്ളൊരു സ്ഥലത്തോട്ട് ഞാൻ എത്തിയെന്ന് തോന്നുന്നു. കാരണം മുന്നേ ഒക്കെ ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ രണ്ടും പെടുന്ന ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പേഴ്സണൽ സൈഡ് അങ്ങനെ ഷട്ട് ചെയ്യും. ആ സൈഡ് ശ്രദ്ധിക്കുകയില്ല, നേരെ പോയത് മറ്റേ പൊളിക്കും എന്ന് പറഞ്ഞാൽ പാടിത്തകർക്കും. നേരെ പ്രൊഫഷണൽ പോയിട്ട് ആ സൈഡ് എങ്ങനെ അടിപൊളിയാക്കാം അത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോഴും എൻ്റെ ഫസ്റ്റ് പരിപാടി അതാണ്. ഈ സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ എൻ്റെ രീതിക്ക് എനിക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ ഈ ഇത് ബ്ലോ അപ്പ് ആയി തുടങ്ങിയ സമയം, ഫസ്റ്റ് 1-2 ട്രോള് വന്ന സമയത്ത് തന്നെ അയാളുടെ തെറപ്പി സെഷൻ, അത് ഞാൻ പ്ലാൻ ചെയ്തല്ല, അന്നായിരുന്നു എൻ്റെ തെറപ്പി. പുള്ളിക്കാരി പറഞ്ഞത് ഭയങ്കരമായിട്ട് പ്രൊഫഷണലി എന്ത് ചെയ്യുക, അത് ഓടുന്നുണ്ട്, കുറച്ച് നമ്മൾ ഇപ്പുറത്തെ ഉള്ള ആളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് 100% നിങ്ങളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കാണ്ട് വിടുന്നുള്ളതുകൊണ്ട് അത് അകത്തോട്ട് പോയിട്ട് അവിടെ കിടക്കും. അപ്പം പുള്ളിക്കാരി പറഞ്ഞത്, ഇപ്പം നമ്മൾ റോഡിലിറങ്ങി നിന്നിട്ട് ഒരു 100 പേര് നമ്മുടെ ചുറ്റും നിന്നിട്ട് നമ്മളിങ്ങനെ അബ്യൂസ് ചെയ്തോണ്ടിരിക്കണം, നീ പോയി ചാവ്, അല്ലെങ്കിൽ അവൾ നിന്റെ കർണക്കുട്ടി അടിച്ച് പൊട്ടിക്കണം, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ കുടുംബം മൊത്തം വിളിച്ചോണ്ടിരിക്കുക. അപ്പം നേരിട്ട് ആ പറയുന്ന അതേ എഫക്ട് തന്നെയാണ് നമുക്ക് ഈ മുഖം കാണാത്ത ആളുകൾ പുറകെ നിങ്ങളുടെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത്. അതിൻ്റെ എഫക്ട് എന്തെങ്കിലും ആ പേഴ്സണൽ സൈഡിലോട്ടുണ്ടാവും. അത് നമ്മൾ അതിൻ്റെതായ ശ്രദ്ധ കൊടുത്ത് റെസ്റ്റ് കൊടുത്ത് ഉറങ്ങണമെങ്കിൽ ഉറങ്ങുക, കഴിക്കണമെങ്കിൽ കഴിക്കുക, വാട്ട് എവർ യു വോണ്ട് ടു ഡു. ഇഫ് യു വോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇൻസ്റ്റാഗ്രാം, ജസ്റ്റ് ലീവ് ഇറ്റ് ഫോർ 2 days, ബാക്കി മാറ്റി വെച്ചിട്ട് നിന്റെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ആ ഒരു വ്യത്യാസമാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കംപ്ലീറ്റ്ലി അവിടെ കിടന്ന് ഇങ്ങനെ എനിക്കിത് എങ്ങനെ എൻ്റെ കരിയർ വൈസ് ഇതെങ്ങനെ പൊളിക്കുന്നുള്ള സാധനം വെച്ചിട്ട് അത് പൊളിക്കാം. അതിൻ്റെ കൂടെ തന്നെ 50-50. പേഴ്സണലി ഇഫ് യു നീഡ് സം റെസ്റ്റ്, ഇഫ് യു നീഡ് ടേക്ക് എ ബ്രേക്ക്, മേ ബി ഡു ദാറ്റ് ഓൾസോ എന്നുള്ള അതാണ് എനിക്ക് തോന്നുന്നു. ഓവർ ദി ഇയേഴ്സ് ഈ ഒരു സൈഡ് ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതേ ഗൗരി തന്നെയാണ് 14 yearsൽ കാസനോവയിൽ ആ ഒരു സോങ് എഴുതി കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കുട്ടി ഇപ്പൊ എഴുതുന്ന സോങ്സ് നമ്മൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ പിന്നീട് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു സോങ്സിലേക്ക് പോയില്ല? അത് പിന്നെ 13 വയസ്സിൽ എഴുതുന്നതും 30 വയസ്സിൽ എഴുതുന്നതും വ്യത്യാസം. ഇല്ല, നമ്മൾ ഇപ്പം ഇതിന് തൊട്ട് മുന്നേ ഞാൻ റിലീസ് ചെയ്ത് സൂരജ് സന്തോഷിനെ ഫീച്ചർ ചെയ്തിട്ട് നാമിരബിൽ നിന്നൊരു ട്രാക്ക് റിലീസ്, അത് ലവ് സോങ് ആണത്. അതില്ലെന്നല്ല, അതുകൊണ്ട് നമ്മളങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഫോക്കസ് അല്ല, നമുക്ക് വരുന്ന നല്ലതാണെന്ന് തോന്നുന്നത് റിലീസ് ചെയ്യുന്നു. പാട്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പുറത്തിറക്കാൻ ഇത് പുറത്തിറക്കേണ്ട ഒരു സാധനമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്തിറക്കും, അത്രേ ഉള്ളത്. അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് ഞാനിനി ഇങ്ങനെ പാട്ട് എഴുതാം, ഇനി കുറച്ച് ലവ് സോങ് ഇനി കുറച്ച് ഇങ്ങനെ. പക്ഷേ പുറത്തിറക്കാത്ത സോങ്സും ഉണ്ടോ? ഒരുപാട് അൺറിലീസ്ഡ്. ഒരുപാട്. അതപ്പോ ഇറക്കില്ല? ഇറക്കുമായിരിക്കും, എല്ലാം മൂഡ് അനുസരിച്ച് ചെയ്യുന്ന ഒരാളല്ലേ. ഇപ്പൊ അങ്ങനെ ശരിക്കും മൂഡ് സിങ്സ് ഒക്കെ വരുമ്പോ അതെങ്ങനെയാ പിക്കപ്പ് ചെയ്യുന്നത്? മൂഡ് സ്വിങ്സ് പറഞ്ഞ പോലെ എനിക്കൊരു പ്രോപ്പർ ഒരു ഫസ്റ്റ് എയ്ഡ് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മെഡിക്കൽ കിറ്റ് എനിക്കുണ്ട്. അത് ആളുകളായിട്ടും എനിക്ക് പ്രൊഫഷണൽ ഹെൽപ്പായിട്ടും എല്ലാം എല്ലാ രീതിയിലുള്ള ഒരു ഐ ജസ്റ്റ് യൂസ് ഇറ്റ്, അത്രേ ഉള്ളൂ. നമ്മള് കാസനോവൽ ആ സോങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പം സിനിമയിൽ ആ സോങ് ഇല്ല, പക്ഷെ സോങ്സിൽ ലിസ്റ്റിൽ ആ സോങ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്. അപ്പൊ അതൊന്ന് പാടാം. ഉറപ്പായിട്ടും. സഖിയേ നിൻ കൺമുന
വാക്കുകളിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം സഖിയേ. താങ്ക് യു. ഓക്കെ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞു? അപ്പൊ എന്തായിരിക്കും ഇതിന്റെ വീഡിയോസ് സിനിമയിൽ ഇല്ല? അല്ല, അവരത് വേണ്ട, അവരത് ട്യൂലിപ്പ് തോട്ടത്തിൽ പോയി ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ആംസ്റ്റർഡാമിൽ പോകാൻ പോകുന്നു, അവിടെ പോകാൻ പോകുന്നു. 2-3 വർഷം ഓടിയത്. അപ്പം അന്ന് മറ്റേ ഇതാണല്ലോ നാന, കുറെ മാഗസിൻസ് ആണ്, ഫിലിം പേര് മാത്രമേ ഓർമ്മയുള്ളൂ, സിനിമാ മംഗളം എന്നൊക്കെ പറഞ്ഞ ഫിലിം മാഗസിൻസ് ആണ്. അപ്പോൾ ഓരോ തവണയും ഈ പുതിയ പുതിയ ഫിലിം, ലേറ്റസ്റ്റ് ഫിലിം അപ്ഡേറ്റ്സിൻ്റെ ഒക്കെ ഇതൊക്കെ ഇതുണ്ടാവും. ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടീം അവിടെ പോകാൻ പോകുന്നു. അവിടെ മറ്റേ മോഹൻലാൽ, ശ്രേയാശരൻ്റെ കൂടെ ട്യൂലിപ്പ് തോട്ടത്തിലാണ് അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റേ അത് എന്നൊക്കെ പറഞ്ഞ് നിറയെ ന്യൂസ് വരും. അപ്പം ഞാനിങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കുക, +1 എന്താ പഠിക്കുക. അപ്പം ഞാൻ അതൊക്കെ കൊണ്ട് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കും, എൻ്റെ പാട്ടാ ലാലേട്ടൻ ഓടുന്നു. പക്ഷെ അത് ലാസ്റ്റ് ഒക്കെ ആയപ്പം ഇവർ തന്നെ എന്തോ ഇന്റേണൽ ഇഷ്യൂസ് വന്നിട്ട് ക്യാൻസൽ ആയത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ക്യാൻസൽ ആയി എന്നറിയുന്നത് മൂവി റിലീസിനൊരു 1-2 ആഴ്ച മുന്നെയാണ് ഞാൻ അറിയുന്നത്. ഇത് എന്തായാലും നടക്കില്ല ഈ പരിപാടി, ഇവർ ജസ്റ്റ് ഓഡിയോ. അപ്പം ഞാൻ അവരോട് തന്നെ ചോദിക്കുന്നത്. അപ്പം എനിക്കൊന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ ബോബി സഞ്ജയ് അവരായിരുന്നു. അപ്പം സഞ്ജുവായിട്ടാണ് എനിക്കിപ്പോൾ പേഴ്സണലി കോൺടാക്ട് ഉള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, അവിടെ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണോ, ഇവിടെ ഏതെങ്കിലും തോട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം പക്ഷെ എന്തോ വീഡിയോ ചെയ്തില്ല അവര്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മൂവി വരുമ്പോഴേക്കും ആദ്യം ക്രെഡിറ്റ്സിലൊക്കെ എൻ്റെ പേരൊക്കെ ഉണ്ട്. ലിറിക്സ് ആൻഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിൽ നമ്മുടെ പേര് ഇവിടെ ഉണ്ട്. ഓഡിയോ കാസറ്റ് ആണെന്ന്, കാസറ്റ് CD റിലീസ് ആവുക, അതിലും പേരുണ്ട്. പക്ഷെ പടത്തിൽ പാട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വേറെ ആരോ പോയിട്ട് ഒരു എഡിറ്റ്സ് ഒക്കെ പുള്ളിയുടെ തന്നെ പടത്തിൽ നിന്ന് കുറെ ഷോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഒരു വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് കഥ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറെ ടാറ്റൂസ് ഒക്കെ ഉണ്ട്. ശരിക്കും ഇഷ്ടമാണ് ടാറ്റൂസ് ഒക്കെ. എത്ര ടാറ്റൂ ഉണ്ട്? ഞാൻ ഫുൾ സ്ലീവ് ആണല്ലോ, എന്നാലും ഒരു ഏകദേശം 15-ന് മേലുണ്ട്. എന്തായാലും ഉണ്ട്. ഈ ഒരു എങ്ങനെയാ ലൈക്ക് എപ്പോഴും ടാറ്റു അടിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മളൊക്കെ എല്ലാവരും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം വെച്ചിട്ടായിരിക്കും ടാറ്റു അടിക്കുന്നത്? അപ്പോൾ എങ്ങനെയാ ഒരു ഇൻസ്പിറേഷൻ? ചിലപ്പം ചില സംഭവങ്ങളായിരിക്കാം, ചിലപ്പം ജസ്റ്റ് പിൻട്രസ്റ്റിലൊക്കെ ചിലപ്പം ചില ഇമേജ് കാണുമ്പം എനിക്കിത് അടിക്കണം. പ്രത്യേകിച്ച് അതിന്റെ പുറകെ അർത്ഥവും തപ്പി പോകാറില്ല, എനിക്കിത് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് ആലോചന ഇല്ലാത്ത ടാറ്റുകളാണ് മിക്കവാറും. ഇത് കയ്യിലത്തേക്ക് എല്ലാം അങ്ങനെയാണ്, ഒന്നും ആലോചന ഒന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഇപ്പം സിനിമകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും പുറത്ത് റിലീസ് ചെയ്തതിന് ശേഷം ക്രിറ്റിസിസം വരുമ്പം ഇങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇപ്പം സോങ്സിനൊക്കെ എന്തുകൊണ്ടാണ് ഗൗരിലക്ഷ്മിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? കൊള്ളുന്നുണ്ടാണോ ആർക്കെങ്കിലും? അല്ല, മുറിവിന്റെ കാര്യത്തിൽ ഇറ്റ്സ് ജസ്റ്റ് ട്രിഗറിങ് പീപ്പിൾ എന്ന് എനിക്ക്. അതിലിപ്പം ഇവർ പറയുന്ന പോലെ പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ആരും എഴുതുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ ആ പാട്ടിൽ ഓരോ സ്ഥലത്തും ആണുങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു വാക്ക് പോലും ഇല്ലതിൽ. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അടിപൊളി ആണുങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഐ ഹാവ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ മെൻ ഇൻ മൈ ലൈഫ്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള, ആക്ച്വലി പെണ്ണുങ്ങളെക്കാളും കൂടുതൽ സപ്പോർട്ടീവ് ആണുങ്ങളുള്ള ഒരാളാണ് ഞാൻ. ആണുങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതിൽ 8 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നുണ്ട്, 13 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നുണ്ട്, 22 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നുണ്ട്, അതിന് മേലേക്കുള്ള ഒരു അഡൾട്ട് സംസാരിക്കുന്നുണ്ട്. ആ കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചത് ആണുങ്ങളാണ്. എനിക്കത് മാറ്റി പെണ്ണുങ്ങളെന്ന് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ആ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ അവിടെ എഴുതുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അവരുടെ നേരെ പിടിച്ചൊരു കണ്ണാടി പോലെ തോന്നിയിട്ട് അവർ മറ്റേ ട്രിഗേർഡായിട്ട് റിയാക്ട് ചെയ്യുവാണ്. അപ്പം എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ, എൻ്റെ വീഡിയോ ഷൂട്ടിൻ്റെ സമയത്ത്, കൊറിയോഗ്രാഫി നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഡാൻസേഴ്സ് പറഞ്ഞിട്ട്, ചേച്ചി ഇത് സീനാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ, കാരണം കുറച്ച് ട്രിഗറിങ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുറത്തുവിട്ടത്. ട്രിഗർ ചെയ്യണമെങ്കിൽ ട്രിഗർ ചെയ്യട്ടെ. അതായത് ഞാൻ പേർപ്പസ്ഫുള്ളി ഒരാളെ വലിച്ച് താഴെയിടാൻ വേണ്ടിയിട്ടല്ല എഴുതിയത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അത് ചെയ്തവർക്ക് ട്രിഗർ ചെയ്യും, ചെയ്യാൻ ആഗ്രഹങ്ങൾക്ക് ട്രിഗർ ചെയ്യും. അത് പണി കിട്ടി ഡിനൈ ചെയ്തിരിക്കുന്നവരും ചിലപ്പോൾ ട്രിഗേർഡ് ആയിക്കോട്ടെ. അപ്പം
എനിക്ക് ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പേടിയില്ലാതെ പാട്ട് ഇറക്കുന്ന കൊണ്ടും പേടിയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പേടിയില്ലാതെ പെർഫോം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം തെറി കേൾക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദിസ് പ്രൊഫഷൻ. നമ്മൾ ഓത്തൻറ്റിക്കായിട്ട് ഈ പറഞ്ഞ ഭയമില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പം ചേഞ്ചിനെ എപ്പോഴും ആളുകൾ റെസിസ്റ്റ് ചെയ്യും. എല്ലാ കാലത്തും അങ്ങനെയാണ്. ഭൂമി ഫ്ലാറ്റ് അല്ല ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് കൊന്നു കളഞ്ഞിട്ടുണ്ട് ആളുകൾ. അപ്പം ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദി സ്പീഷീസ് ബിഹേവിയർ. സോ അങ്ങനെ കാണുക, അങ്ങനെ തള്ളി കളഞ്ഞിരിക്കണം, മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഈ സോങ് ഇറങ്ങിയ സമയത്തും ഇൻബോക്സിൽ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇത് കഴിഞ്ഞിട്ടാണ് ഇൻബോക്സ്. ഇപ്പൊ ഞാൻ 92 ദിവസമായി. അതെന്താ? ഇല്ല, ഇൻബോക്സിൽ നിറയെ തെറിയുണ്ട്. വോയിസ് നോട്ടായിട്ടും റിയൽ അക്കൗണ്ട്സ് ചെയ്യുന്നതാണോ ഫേക്ക് അക്കൗണ്ട്സ് ചെയ്യുന്നതാണോ? അങ്ങോട്ടൊന്നും പോവാറില്ല. ഇല്ല, മോസ്റ്റ്ലി ഞാൻ ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ വായിക്കൂല. ചില അങ്ങനെ മറ്റേ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കും. അത്രേ അതിന് പവറുള്ളൂ. അത് അവിടെ കിടന്ന് മറ്റേ ടക്ന്ന് വിട്ട് കക്തീന്ന് അത്രേ ഉള്ളൂ, അതിന്റെ പവർ അത്രേ ഉള്ളൂ. അന്ന് അജിത് ഹരയുടെ മറ്റേ പാട്ട് ഇറങ്ങിയപ്പോൾ മുതൽ ഷോർട്സ് ഇട്ട് സ്റ്റേജിൽ പാടിയ അന്ന് തൊട്ടേ തുടങ്ങിയതാണ്. അത് പുതിയ കാര്യമല്ല. അതെ, എനിക്ക് അതൊരു സിഗ്നേച്ചർ സ്റ്റൈല് ഉണ്ടായിരുന്നു അല്ലേ അജിത് ഹര എന്ന് പറഞ്ഞ ഇതില് ഗൗരി ലക്ഷ്മിയുടെ പെർഫോമൻസ് അതൊരു സിഗ്നേച്ചർ സ്റ്റൈലായിട്ട് മാറി. ശരിക്കും ഇതാ നേരത്തെ അതിപ്പം അങ്ങനെ ചെയ്യണം എന്ന് വെച്ച് ചെയ്യണമല്ലത്. അത് ഒരു നമ്മൾ യൂഷ്വലി ചെയ്യണ രീതിയിൽ ഇതും ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആളുകൾ വെറുപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ഷോർട്സ് ഇട്ടോ അല്ല. ഞാൻ ആ പരിപാടി മൊത്തം ഷോർട്സ് ഇട്ടോ പാടുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു പാട്ട് വരുമ്പോൾ എനിക്ക് അതിന് മാത്രം പോയിട്ട് പെട്ടെന്ന് പാൻറ് വലിച്ച് കയറ്റിയിട്ട് വരാനുള്ള സമയം എനിക്ക് അവിടെ ഇല്ല. 2 മിനിറ്റ് 3 മിനിറ്റ് സ്റ്റേജിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പണി കിട്ടാൻ പാടും. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യുന്നു. പിന്നെയാണത് ഭയങ്കര വലിയ പ്രശ്നമായി. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുറെ ഇഷ്യൂസ് ഒക്കെ വരും. അതൊന്നും നമ്മൾ എന്തെങ്കിൽ പിന്നെ ഞാനൊന്ന് വൈറലാക്കിയൊക്കെ ഞാനൊന്ന് നിക്കറേട്ടെ എന്ന് പറഞ്ഞ് ചെയ്തൊന്നും അല്ല. ആ ഒരു ഫ്ലോയിൽ നമ്മൾ നമ്മുടെ രീതിക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം അജിത് ഹര പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രോഗ്രാം ചെയ്യുമ്പോഴും ഓക്കെ ഇത് മതിന്ന് അവര് പറയുമല്ലോ. ലൈക്ക് ഗൗരി എന്നല്ല, ഇപ്പൊ ഏതൊരാളും ഒരു സാധനം ചെയ്ത് ക്ലിക്കായി, അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാം വരുമ്പോൾ അതുപോലെ ചെയ്താൽ മതിട്ടോ എന്ന് പറയും. പക്ഷെ അത് വിമർശിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അവർ വിചാരിക്കും അന്ന് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ടൈപ്പ് വിമർശനങ്ങൾ വരും. ഇതെന്താ വെച്ചാൽ നമ്മൾ ഈ വരുന്ന റീലുകളിലെല്ലാം അജിത് ഹരെ മാത്രമേ ഇവര് ഷൂട്ട് ചെയ്തിടുന്നുള്ളൂ. കോൺസെൻട്രേഷൻ അതില്ല. ഇത് അവിടെ വരുന്ന ഒരുപാട് കവർ ചെയ്യാൻ പറ്റില്ല. വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും കവർ ചെയ്യാൻ വരുമ്പോൾ ഇവരിത് മാത്രം ഷൂട്ട് ചെയ്ത് മേ ബി ഇവരിതിന്റെ കൂടെ വേറെ 2 പേരും കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ അടിയിൽ ഇത്രയും കമന്റ്സിൽ എൻഗേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോസ് പുഷ് ആവില്ല. പുഷ് ആവുന്നതിന്റെ അടിയിലാണെങ്കിൽ തെറി മഴ ആയതുകൊണ്ട് ഭയങ്കര എൻഗേജ്മെന്റ് ആണല്ലോ. അപ്പം സാധനം ഓഫ് കോഴ്സ് അൽഗോറിതം ബേസിക് പരിപാടിയാണ്, അത് പുഷ് ആവും. അപ്പൊ ആളുകൾ കാണുമ്പോൾ ഇത് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് ഒരു അജിത് ഹരയുടെ താഴെ പോയി കമന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങളെ അടുത്ത അജിത് ഹരെ കാണിച്ചു തരും. അതിന്റെ കുഴപ്പമില്ല, അത് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നതാണ്. അപ്പം അതും വെച്ചിട്ട് നിങ്ങൾ ഞാനിത് മാത്രമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1.5 മണിക്കൂർ കോൺസേർട്ടിൽ ഞാൻ 20 പാട്ടിനടുത്ത് പാടുന്നുണ്ട്. ഈ പാട്ടൊക്കെ ഒരു കാര്യം നിങ്ങൾ വന്നിട്ട് എന്തൊക്കെ വീടെടുത്ത് എന്നിട്ട് അതിൻ്റെ നിങ്ങൾ തന്നെ തെറി വിളിച്ചിട്ട് നിങ്ങൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ സോങ് ലിസ്റ്റ് മാറ്റുകയാണെങ്കിൽ തന്നെ ഓരോ സീസണിൽ ഇപ്പോൾ ഒരു സീസൺ നമ്മൾ ഒരേ സോങ് ലിസ്റ്റിലോടും, പിന്നെ അടുത്ത സീസൺ അടുത്ത സോങ് ലിസ്റ്റ്. അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട്, പാട്ടുകൾ മാറുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന രീതി മാറുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ പോയി കണ്ട് ചീത്ത വിളിക്കുമ്പോൾ അതിനെ പിന്നെ നിങ്ങൾ കാണും. ഐ കാണ്ട് ഡു എനിത്തിങ് അബൌട്ട് ദാറ്റ് റൈറ്റ്. ഓക്കെ, എനിക്ക് ആക്ച്വലി എഴുതിയതിൽ കുറച്ചുകൂടി ഫേവറേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലിറിക്സ് ഉറക്കമില്ല രാത്രികൾ, ആ വിശപ്പില്ല പകൽ, ആ ഒരു സംഭവമില്ലേ, അതിലെ ലിറിക്സ് പലപ്പോഴും എനിക്ക് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുണ്ടാവും. എനിക്കൊന്ന് ഗേൾസ് എന്നല്ല കേൾക്കുന്ന പല ആൾക്കാർക്കും ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ് എന്താ ഹാപ്പി ഫേസ് വിത്ത് എ സാഡ് സോളോ അങ്ങനെയുള്ള ഇപ്പോഴത്തെ അങ്ങനെ എന്തോ പറയാറുണ്ടല്ലോ. അതെ, പുറത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ ഉള്ളിൽ അവര് ഇങ്ങനെ ഇടിഞ്ഞ് തകർന്നിരിക്കും. അപ്പൊ അതിലെ ലിറിക്സ് ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊന്ന് പാടിയിട്ട് അതിന്റെ വിശേഷങ്ങൾ തിരിഞ്ഞു പറഞ്ഞു. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും മെല്ലെ ചൊല്ലി ഞാൻ ഈ നേരവും കടന്നു പോകും. ആരോ ആരോ ഉള്ളിൽ പാടും പാട്ടിൻ നീണം കണ്ണീർ പൂവായി പൊഴിയേ ഞാൻ തനിയേ മുന്നേ. സൂപ്പർ. ഇതിലെ ഈ നേരവും കടന്നു പോകും. മറ്റേ ബീർബലിന്റെ ഒരു സ്റ്റോറി ഇല്ലേ, ഈ
വരിനെ കുറിച്ചിട്ട്. ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു സാധനം. കുറച്ച് ഇയേഴ്സ് മുന്നേക്ക് സ്കൂളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ജോബിന് കയറുന്നവരൊക്കെ ഈ നേരവും ഈ സമയവും കടന്നു പോകുന്നുള്ളൊരു സാധനം എഴുതിയിട്ട് കാണുന്നിടത്ത് ഞാൻ വെക്കുമായിരുന്നു. ലൈക്ക് അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സന്തോഷം വരുമ്പോൾ നോക്കാറില്ല, പക്ഷെ സങ്കടം വരുമ്പോൾ ഞാൻ അതിൽ നോക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മേ ബി അതാണെന്ന് അറിയില്ല, പക്ഷെ ലിറിക്സ് ഭയങ്കര കണക്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സോങ്ങിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു സ്റ്റോറി? ഈ പാട്ടൊരു 8 വർഷമായിട്ടെന്ന് തോന്നുന്നു. 8 വർഷമായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത്, ഭയങ്കര ഒറ്റപ്പെട്ട ഒരു സമയത്ത് ഇരുന്ന്, അത് ഇനി റാപ്പ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നൊന്നുമല്ല, വരുമ്പോൾ അങ്ങ് എഴുതുന്നു, അതിങ്ങനെ അങ്ങ് പാടുന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ അന്ന് ചെയ്തത്, അന്ന് മ്യൂസിക് മോജോ സീസൺ 5 ഫെസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഇഷ്ക് മൂവിയിൽ OST ആയിട്ട് ഈ ട്രാക്ക് എടുത്തായിരുന്നു.